തളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ധൂർത്തപുത്രൻ്റെ കഥയാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, എത്രമാത്രം പറഞ്ഞാലും തീരാത്ത വിധമുള്ള ഒരു കഥയാണ്, ഉപമയാണ് ധൂർത്തപുത്രൻ്റേത്. ലൂക്കാ സുവിശേഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇത് മനോഹരമായി പറയുന്നുണ്ട്. സമൃദ്ധിയിൽ നിന്ന് പട്ടിണിയിലേക്കുള്ള അവൻ്റെ ദൂരം എത്രമാത്രമുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ചതാണ്. സുഖമായി ജീവിച്ചതാണ്, എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച ഒരു മകനാണ്. പക്ഷേ ആഗ്രഹിച്ചതുപോലെ ജീവിക്കാൻ, ആഗ്രഹിച്ചവരോടൊപ്പം ജീവിക്കാൻ അപ്പനെയും അമ്മയെയും കൂടപ്പിറപ്പനെയും വിട്ട് തൻ്റേതായ ഭാഗം വാങ്ങി പോയ ഒരു മകൻ്റെ കഥയാണ് ധൂർത്തപുത്രൻ്റേത്. പക്ഷേ പണമെല്ലാം തീർന്നു, പട്ടിണിയായി, ഭക്ഷണമില്ല, കഴിക്കാനൊന്നുമില്ല, ജോലിയില്ല. അപ്പോഴും അവന് പോകാൻ തോന്നിയില്ല. തിരിച്ച് അപ്പൻ്റെ അടുത്തേക്ക് പോകാൻ തോന്നിയതെപ്പോഴാ? പന്നിക്കൂട്ടിൽ പന്നികളെ മേയ്ക്കാനുള്ള ജോലി കിട്ടിയിട്ടും ആ പന്നികൾക്ക് കൊടുക്കുന്ന തവിടെങ്കിലും കഴിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനുപോലും ആ പന്നിക്കൂട്ടങ്ങളുടെ ഉടമസ്ഥൻ അനുവദിക്കാതെ വന്നപ്പോഴാണ് 17-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അവന് സുബോധമുണ്ടായത്. എന്തുകൊണ്ടാണ് ഈ പന്നിക്ക് ഉള്ള ആ ജോലി തന്നെ കിട്ടിയത്? വേറെ എന്തെല്ലാം ജോലികളുണ്ട്? യഹൂദരെ സംബന്ധിച്ചിടത്തോളം പന്നി വിരുദ്ധമാണ്, കഴിക്കാൻ പാടില്ല. അത് ലേവ്യരുടെ പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത് ഇതാണ്: പന്നി ഇരട്ട കുളമ്പുള്ളതെങ്കിലും അത് അയവിറക്കുന്നില്ല, അത് നിങ്ങൾക്ക് അശുദ്ധമാണ്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പന്നി എന്നുള്ളത് അശുദ്ധമായ ഒരു മൃഗമാണ്. പക്ഷേ അത് തന്നെയാണ് ഇവന് കിട്ടിയ ജോലി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞ മണ്ടത്തരവും തെറ്റും ചെയ്തപ്പോഴൊക്കെ അത് മണ്ടത്തരവും തെറ്റുമാണെന്ന് മനസ്സിലാക്കാൻ അവന് സാധിച്ചില്ല. എല്ലാം നഷ്ടപ്പെട്ട് പോയപ്പോഴാണ് കടന്നുപോയ വഴികളെക്കുറിച്ച് അവൻ ചിന്തിച്ചത്. എല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് താൻ ചെയ്തതൊരു വലിയ മണ്ടത്തരമായിരുന്നുവെന്നും വലിയ തെറ്റായിരുന്നുവെന്നും അവന് തോന്നിയത്. അതൊരു ഉൾക്കാഴ്ചയായിരുന്നു. ആ ഉൾക്കാഴ്ച, അതാണ് 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന സുബോധമുണ്ടായത്. അപ്പോൾ അവന് സുബോധമുണ്ടായി. അത് അവനെ ആ ഒരു ഉൾക്കാഴ്ച അനുഭവിക്കാൻ കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. അവിടെ അവന് മനസ്സിലായി താൻ ചെയ്തത് തെറ്റാണ്. തെറ്റും ശരിയും പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ഏറ്റവും വലിയൊരു ഇത്. തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിയുന്നൊരു വിവേകം അത് നമുക്കുണ്ടാകും. അവനതുണ്ടായി. തെറ്റ് മനസ്സിലാക്കി, ശരി ഏതെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് അവൻ നേരെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ആ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അവൻ്റെ അഹങ്കാരവും അവൻ്റെ ദുരഭിമാനവും വച്ചു പുലർത്താതെ നേരെ വീട്ടിലേക്ക് പോവാണ്. അതാണ് അവന് സുബോധമുണ്ടായി എന്ന് പറയുന്നത്. ആ സുബോധം വീട്ടിലേക്കുള്ള ഒരു തിരിച്ചു നടപ്പാണ്. നമ്മുടെ ജീവിതത്തിലും സുബോധം എന്നാൽ ദൈവത്തിങ്കിലേക്കുള്ള ഒരു നടപ്പാണ്. അപ്പോൾ അവന് സുബോധമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് പിതാവിലേക്കുള്ള ഒരു നടപ്പാണത്. സ്വന്തം അമ്മാവനായ ലാബാനാൽ നിരവധി വർഷങ്ങൾ കബളിപ്പിക്കപ്പെട്ടപ്പോഴാണ് ചേട്ടൻ ഏസാവിനെ പറ്റിച്ച യാക്കോബിന് സുബോധമുണ്ടായത്.
ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായി സെൻസസ് എടുത്ത ദാവീദിൻ്റെ സുബോധമില്ലാത്ത പ്രവൃത്തി കാരണം ദൈവം പകർച്ചവ്യാധി അയച്ചു. ആദ്യത്തെ ദിവസം തന്നെ 70,000 പേരാണ് മരിച്ചു വീണത്. അപ്പോഴാണ് ദാവീദിന് സുബോധമുണ്ടായത്. ഊറിയായെ കൊന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിച്ച ദാവീദ് വലിയ തെറ്റാണ് പ്രവർത്തിച്ചത്. ആ മനുഷ്യൻ നീ തന്നെ എന്ന് നാഥാൻ പ്രവാചകൻ പറഞ്ഞപ്പോഴാണ് ദാവീദിന് സുബോധമുണ്ടായത്. നിനവയെ പോയി പ്രസംഗിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയിൽ നിന്ന് ഒളിച്ചോടിയ യോന സുബോധമില്ലാതെ പ്രവർത്തിച്ച് അപ്പോഴാണ് കടലിലേക്ക് എറിയപ്പെടുന്നത്. ആ കടലിലേക്ക് എറിയപ്പെട്ട യോനായെ ഒരു മത്സ്യം വന്ന് വിഴുങ്ങി. ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ മരണത്തോട് മുഖാമുഖം കണ്ടപ്പോഴാണ് യോനായ്ക്ക് സുബോധമുണ്ടായത്. ഈ ഒരു സുബോധം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഓർക്കുക, തെറ്റുകളും മണ്ടത്തരങ്ങളുമൊക്കെ കാണിച്ച ശേഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് തെറ്റാണെന്നും അത് മണ്ടത്തരമാണെന്നും മനസ്സിലാക്കിയിട്ട് ഒരു തിരിച്ചുവരവ് വേണം. ആ തിരിച്ചുവരവിനെയാണ് സുബോധം എന്ന് വിളിക്കുന്നത്. ആ ഒരു തിരിച്ചുവരവായിരുന്നു ധൂർത്തപുത്രനിൽ നമ്മൾ കണ്ടത്. ആ തെറ്റും ശരിയും മനസ്സിലാക്കാൻ കഴിയുന്നൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ചില തെറ്റുകൾ അത് തെറ്റാണെന്ന് മുൻപേ മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമുക്ക് ഒഴിവാക്കാനാകും. ആ ഒഴിവാക്കൽ ദൈവത്തിങ്കലേക്കുള്ള ചുവടുവയ്പ്പാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സുബോധമുണ്ടാകും. അബോധാവസ്ഥയിൽ ചെയ്യുന്ന പ്രവൃത്തികളാകരുത്. തെറ്റ് തെറ്റാണെന്ന് തിരിച്ചറിയണം. ചെയ്തത് മണ്ടത്തരമാണെന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവ് ധൂർത്തപുത്രനുണ്ടായി. അതാണ് അവന് സുബോധമുണ്ടാവുകയും ആ സുബോധത്തിൽ അവൻ നേരെ പിതാവിൻ്റെ പക്കലേക്ക് യാത്രയാവുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ചില തെറ്റുകൾ, ചില മണ്ടത്തരങ്ങൾ, ചില കാര്യങ്ങളൊക്കെ അത് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് അനുതപിച്ച് മാനസാന്തരപ്പെട്ട് സുബോധത്തോടെ ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് സാധിക്കും. മുമ്പുകാലം അതിന് നമ്മെ ഒരുക്കുന്ന മനോഹരമായ ദിനങ്ങളാണെന്ന് ഓർക്കുക. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ, കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. കരളുരുകി കഥനവീഥിയിൽ ഏകനായി നിൽക്കയാണു ഞാൻ. ഇതളടർന്നു വീണു പോകയോ, നാഥമിഴി നനഞ്ഞുലഞ്ഞു തൂകയോ.